എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം. ഭാവനയുടെ പേര് വില കൊടുത്ത് വാങ്ങിയത്. ഓല കൊണ്ട് മറച്ച ഒരു ചെറിയ അടുക്കളയിലിരുന്ന് കട്ടൻ ചായ ഇടുകയായിരുന്നു അന്നാമ്മ ചേട്ടത്തി. അസ്തമയ സൂര്യകിരണങ്ങൾ ആ ഓലക്കീറലുകൾക്കിടയിലൂടെ അകത്തേക്ക് പതിച്ചു. മണി 6 ദൈവമേ, അന്നാമ്മ ചേട്ടത്തി പറഞ്ഞു. പള്ളിയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. വൈകുന്നേരം 4 മണി വരെ പള്ളിയിലായിരുന്നു. വീട്ടിലേക്ക് ഓടി വന്ന് ഒന്ന് കുളിച്ച് കട്ടനും കുടിച്ച് പള്ളിയിലേക്ക് പോകുവാൻ ഒരുങ്ങുകയാണ് അന്നാമ്മ ചേട്ടത്തി. അവർ ഒറ്റയ്ക്കല്ല കേട്ടോ, അവർക്കൊരു മകനുമുണ്ട്, ആൻഡോ. എല്ലാ ഉപവാസ പ്രാർത്ഥനകളിലും അന്നാമ്മ ചേട്ടത്തിക്ക് ഒരു പൊതുവിഷയമുണ്ട്. എൻ്റെ മകൻ ആൻഡോ രക്ഷിക്കപ്പെടണം. നേരം ഇരുട്ടുന്നതിന് മുൻപേ തന്നെ അവർക്ക് പള്ളിയിൽ എത്തണം. ഒരു പഴയ ടോർച്ചുമെടുത്ത് അവർ പള്ളിയിലേക്ക് നടന്നു. ഹോ ദൈവമേ, ഞാൻ പള്ളിയിൽ നിന്ന് വന്നിട്ട് 4 മണിക്കൂറായി. മണി 12. ഇതുവരെ ആൻഡോയെ കണ്ടില്ലല്ലോ. ഇന്നെങ്കിലും അവൻ കുടിക്കാതെ വന്നിരുന്നു എങ്കിൽ. അന്നാമ്മ ചേട്ടത്തിയുടെ തൊണ്ട ഇടറി. ദൈവമേ, നിന്നോടല്ലാതെ ഞാൻ ആരോട് പറയാൻ? റോഡിൽ ആൻഡോയുടെ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് ചേട്ടത്തി ശ്വാസമടക്കി നിന്നു. ഇന്ന് എന്താണാവോ സംഭവിക്കുന്നത്? അവർ ജനൽ പാളികൾക്കിടയിലൂടെ റോഡിലേക്ക് നോക്കുകയായിരുന്നു. ആടി ആടി തറയിൽ ഉറയ്ക്കാത്ത കാലുമായി അവൻ കയറി വന്നു. കുറച്ച് കഞ്ഞി കൊണ്ട് അവൻ്റെ മുൻപിൽ വച്ച ശേഷം മോനിത് കുടിക്കി എന്ന് പറഞ്ഞ് ചേട്ടത്തി മാറി നിന്നു. ആ ബലിഷ്ഠകരങ്ങൾ അവരുടെ കഴുത്തിനടുത്തേക്ക് നീണ്ടു. കഞ്ഞിയോ? അവൻ ആക്രോശത്തോടെ അലറി. ആ കഞ്ഞി അന്നമ്മ ചേട്ടത്തിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ മുടിയെ വലിച്ചു പിടിച്ച് വാതിൽപ്പടിയിലേക്ക് ആഞ്ഞു തള്ളി. എൻ്റെ മുൻപിൽ നിന്നാൽ ഞാൻ കൊല്ലും. എൻ്റെ കൺമുൻപിൽ നിന്ന് മാറിപ്പോകുന്നു. അന്നമ്മ ചേട്ടത്തി ഓടിക്കിതച്ച് പുറത്തെ ഇരുട്ടിൽ മരത്തിൻ്റെ മറവിൽ ഒളിച്ചു. നെറ്റിയിൽ നിന്നും വെള്ളം പോലെ എന്തോ ഒലിച്ചിറങ്ങുന്നു. ശോശാമ്മയുടെ വീട്ടിലെ അരണ്ട വെളിച്ചത്തിലേക്ക് കൈനീട്ടി. അയ്യോ, ചോരയാണല്ലോ. കുടത്തിലെ വെള്ളത്തിൽ നിന്നും മുഖം കഴുകിയ ശേഷം അവൻ മകൻ ഉറങ്ങും വരെ കാത്തിരുന്നു. പിന്നെ അവർ അകത്ത് കയറി വാതിലടച്ചു. ഉറങ്ങാൻ പേടിയാണ്. എപ്പോൾ വേണമെങ്കിലും അവന് ഭ്രാന്തിളകും. എന്നാണ് അവൻ എന്നെ കൊല്ലുന്നത്? എനിക്കറിയില്ല. അന്നാമ്മ ചേട്ടത്തി പതുക്കെ പ്രാർത്ഥിച്ചു. അറിയാതെ പൊട്ടിക്കരഞ്ഞുപോയി. കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിട്ടാണോ എന്നറിയില്ല. ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ തള്ളേ, നിങ്ങളുടെ കരച്ചിലും പ്രാർത്ഥനയും ഇതോടെ നിർത്തും. പേടിച്ച അന്നാമ്മ ചേട്ടത്തി ശ്വാസമടക്കി കിടന്നു. അതിരാവിലെ തന്നെ ആൻഡോ ബൈക്ക് സ്റ്റാർട്ടാക്കി പോകുന്ന ശബ്ദം കേട്ടുണർന്ന് ചേട്ടത്തി ഇത്തിരി നേരം പ്രാർത്ഥിച്ചു. തൻ്റെ മകനൊന്ന് നേരെയാവാൻ, കുടി നിർത്താൻ, നല്ലവനാകാൻ. ഹോ കർത്താവേ, എന്തൊരു പരീക്ഷയാണിത്! ഇവനു വേണ്ടി പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളും ഉപവാസങ്ങളുമുണ്ടോ? എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും അവൻ മാത്രം. അന്നാമോ? ശോശാമ്മയുടെ വിളി കേട്ട് ചേട്ടത്തി പുറത്തേക്കിറങ്ങി. ഇന്നലെ എന്താ ഇവിടെ വലിയ ഒച്ചപ്പാടൊക്കെ? പാത്രമോ മറ്റോ താഴെ വീഴും പോലെയും. നിന്നെ ഇന്നലെയും അവൻ തല്ലിയല്ലേ? നിന്റെ നെറ്റിയിൽ എന്തോ പറ്റി? ഓ, ഇത് എന്നും ഉള്ളതല്ലേ ശോശാമ്മേ? ഇന്നും ഇന്നലെയും അല്ലല്ലോ തുടങ്ങിയത്, കാലങ്ങളായില്ലേ. നീതി എങ്ങനെ സഹിക്കുന്നു? ഇന്നലെ ആ കവലയിൽ കിടന്ന് അടിയുണ്ടാക്കിയെന്നും മാത്യുച്ചായൻ്റെ മകൻ്റെ കാലൊടിച്ചെന്നുമൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ഇന്നലെ പോലീസ് അവനെ തേടി വന്നെന്നുമൊക്കെ പറയുന്നു. നമ്മുടെ മെമ്പറാണ് കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയത്. ഹോ, ഈ ചെറുക്കൻ എന്തോരം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. ഒരമ്മയായാൽ ഇത്രയും സഹിക്കണോ? ശോശാമ്മ ചോദിച്ചു. ശോശാമ്മേ, കർത്താവ് നമുക്ക് വേണ്ടി എത്രയോ കഷ്ടം സഹിച്ചു. പിന്നെ നമ്മളും കുറേ കഷ്ടമെങ്കിലും സഹിക്കണ്ടേ? നീ ഒരുത്തിയായോണ്ടാ അവൻ്റെ അടിയും തൊഴിയും കൊണ്ട് നടക്കുന്നത്. കഴിഞ്ഞ മാസമല്ലേ നിന്റെ കാലിനെ അവൻ അടിച്ചൊടിച്ചത്. എന്നിട്ട് മകനെ സ്നേഹിക്കുന്ന ഒരമ്മ. ഇത്രയും പറഞ്ഞ് ശോശാമ്മ വീട്ടിലേക്ക് പോയി. നേരം വൈകിക്കഴിഞ്ഞാൽ അന്നാമ്മ ചേട്ടത്തേക്ക് ആദ്യം പേടിയുമാണ്. ദൈവമേ, ഇന്നെങ്കിലും അവൻ 2 കാലിൽ വരണേ. ഇന്നലെ അവൻ 12 മണിക്കല്ലേ വന്നത്. ഇന്നും ഒരുപക്ഷെ താമസിച്ചേക്കാം. അതുവരെ പ്രാർത്ഥിക്കാം. തൻ്റെ മുറിയിൽ കയറി കതക് ചാരി വച്ചിട്ട് ചാണകം മെഴുകിയ തറയിൽ ഒരു കീറിയ പായ വിരിച്ച് അന്നാമ്മ ചേട്ടത്തി പ്രാർത്ഥിച്ചു തുടങ്ങി. തൻ്റെ മകനെക്കുറിച്ച് ശോശാമ്മ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു.
അവൾ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, ദൈവമേ, എൻ്റെ മകനെ രക്ഷിക്കണമേ, എനിക്ക് അടികൊള്ളാൻ വയ്യ അപ്പ. പ്രാർത്ഥന ഉച്ചസ്ഥായിലായി. തൻ്റെ മകൻ്റെ ബൈക്കിൻ്റെ ശബ്ദം അന്നാമ്മ ചേട്ടത്തി കേട്ടില്ല. കയ്യിൽ ഒരു കുറുവ വടിയുമായി ആൻറ്റോ വന്നു. ചാരിയ കതകിനെ കാലുകൊണ്ട് ചവിട്ടിത്തള്ളി. കതകിൻ്റെ ശബ്ദം കേട്ട് കണ്ണു തുറന്ന ചേട്ടത്തി മകനെ കണ്ടു. ഒന്ന് എഴുന്നേൽക്കും മുന്നേ അടി തലയിൽ തന്നെ പതിച്ചു. യേശുവേ, യേശുവേ എന്ന് ചേട്ടത്തി ഉറക്കെ നിലവിളിച്ചു. രക്തം ചീറ്റിയൊഴുകി. രക്തം കണ്ട ആൻറ്റോ എങ്ങോട്ടോ ഓടി മറഞ്ഞു. നിലവിളി കേട്ടെത്തിയ ശോശാമ്മയും ഭർത്താവും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ചേട്ടത്തിയെയാണ് കണ്ടത്. പെട്ടെന്ന് അന്നാമ്മയെയും താങ്ങിയെടുത്ത് അവർ ആശുപത്രിയിൽ എത്തിച്ചു. ശോശാമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. പാവം അന്നാമ്മ ചേട്ടത്തി. ഒരു ആപത്തും വരുത്തല്ലേ ദൈവമേ. അവരുടെ ഭർത്താവ് അവരെ ആശ്വസിപ്പിച്ചു. അന്നാമ്മ ചേട്ടത്തി ആശുപത്രിയിൽ നിന്നും ഇന്നാണ് ഡിസ്ചാർജ് ആയത്. 7 ദിവസത്തെ ആശുപത്രിവാസം. തലയിലെ മുറിവുകൾ ഏറെക്കുറെ കരിഞ്ഞിട്ടുമുണ്ട്. എന്നാലും മുറിവിൽ മരുന്ന് വയ്ക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ അന്നാമ്മ ചേട്ടത്തിയെ കാണാൻ ശോശാമ്മയും മക്കളും ഓടി വന്നു. അമ്മച്ചി സുഖമായോ എന്ന് പിള്ളേർ ചോദിച്ചു. ഓ മക്കളെ എന്ന് അന്നാമ്മ മറുപടി പറഞ്ഞു. എടി ശോശാമ്മേ, നീ എൻ്റെ ആൻറ്റോയെ കണ്ടോ? ഓ ആൻറ്റോ ആൻറ്റോ ആൻറ്റോ, എൻ്റെ ചേട്ടത്തി നിന്നെ കൊന്നെന്നും പറഞ്ഞിട്ട അവൻ ഓടിയത്. എവിടെയെങ്കിലും ഒളിച്ചും പതുങ്ങിയും ഇരിക്കയാവും. നിന്നെ അടിച്ചിട്ട് പോയ ശേഷം ഞങ്ങൾ ഇന്ന് വരെ അവനെ കണ്ടില്ല. ദുഷ്ടന അവൻ, അത്രയ്ക്ക് ദുഷ്ടൻ. ഗുണം പിടിക്കില്ല. വേണ്ട വേണ്ട ശോശാമ്മ, ഒന്നും പറയണ്ട. വരേണ്ടത് വന്നു, അത്ര തന്നെ. ശോശാമ്മ ഒന്ന് നീട്ടി മൂളി. ശോശാമ്മ മക്കളോട് പറഞ്ഞു. കുറച്ച് കഞ്ഞിയും ചമ്മന്തിയും ഒരു പാത്രത്തിലാക്കി വച്ചിട്ടുണ്ട്. അതിങ്ങ് എടുത്തോണ്ട് വാ. അന്നാമ്മേ, നിനക്ക് ഞാൻ ആശുപത്രിയിൽ കൊടുത്തയക്കാൻ വച്ചതാ. അപ്പോഴല്ലേ അറിഞ്ഞത് ഡിസ്ചാർജായ കാര്യം. ഒരു ദീർഘശ്വാസത്തോടെ അന്നാമ്മ പറഞ്ഞു. നിങ്ങളൊക്കെയാണ് എൻ്റെ ഒരു ആശ്വാസം. ദൈവം നിങ്ങളെ 10 മടങ്ങായി അനുഗ്രഹിക്കട്ടെ. ആ ചേട്ടത്തി പോയി കിടന്നോളൂ, ഞാൻ ഇടയ്ക്ക് വരാം. അങ്ങനെ അന്നാമ്മ ചേട്ടത്തി ഒന്ന് തല ചായച്ചു. ഒന്ന് മയങ്ങി വന്നതേ ഉള്ളൂ. എന്തോ ഭയാനകരമായ ശബ്ദവും നിലവിളിയും കേട്ട് അവർ പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ശോശാമ്മ ഓടിക്കിതച്ചു വന്നു. എന്താ ശോശാമ്മ, അവിടെ ഒരു ശബ്ദം? അത് പിന്നെ ഒരു ആക്സിഡൻറ്റാ. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? അതങ്ങ് പോട്ടെ. അത്രയ്ക്ക് ദുഷ്ടനായ ഒരുത്തന. അവനെ അങ്ങനെ തന്നെ വേണം. ആര്, ആൻറ്റോയോ? ശോശാമ്മ തലയാട്ടി. അന്നാമ്മ ചേട്ടത്തി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഓടി. കവലയിൽ ആൻറ്റോ കമഴ്ന്നു കിടക്കുന്നു. ചുറ്റും ചോരതളം കെട്ടിക്കിടക്കുന്നു. ആരും അവനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ താല്പര്യം കാണിച്ചില്ല. ചേട്ടത്തി മകനെ വിളിക്കുകയാണ്. അവൻ വിളി കേൾക്കുന്നില്ല. ആൾക്കൂട്ടത്തിൽ ആരോ പറഞ്ഞു, ആരെങ്കിലും ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകൂ. ആരും മിണ്ടിയില്ല. ആരോ പറഞ്ഞു, അവൻ ചാവുന്നെങ്കിൽ ചാകട്ടെ. ആർക്കും വേണ്ടാത്ത ദുഷ്ടനാണ് അവൻ. അന്നാമ്മ ചേട്ടത്തി ദയനീയമായി നോക്കി. കൂപ്പ് കൈയോടെ പറഞ്ഞു, ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ എന്നെ സഹായിക്കൂ. മെമ്പറിൻ്റെയും മറ്റൊരാളുടെ സഹായത്തോടു കൂടി അവനെ ആശുപത്രിയിൽ എത്തിച്ചു. മെമ്പർ പറഞ്ഞു, ചേട്ടത്തി കരയരുത്. അവനെ ഓർത്ത് വേദനിക്കുകയും ചെയ്യരുത്. അവൻ ചെയ്തതിൻ്റെ കൂലി അവന് കിട്ടി. ആൻറ്റോ ICUവിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. തൻ്റെ മകൻ ജീവിക്കുമോ എന്ന ചിന്ത അമ്മയെ വല്ലാതെ അലട്ടുകയായിരുന്നു. വല്ലപ്പോഴും ആൻറ്റോയ്ക്ക് ഓർമ്മ വരും. അത് 1-2 മിനിറ്റുകൾ മാത്രം. വീണ്ടും അബോധാവസ്ഥയിലേക്ക്. അവന് ഓർമ്മ വരുമ്പോഴൊക്കെ കേൾക്കുന്നത് അമ്മയുടെ പ്രാർത്ഥനാ ശബ്ദങ്ങളാണ്. സ്വന്തം ജീവനെ നൽകി മകനെ തിരിച്ചെടുക്കാനുള്ള പ്രാർത്ഥന അന്നാമ്മയെ സ്നേഹിക്കുന്ന ചിലരൊക്കെ ആശുപത്രിയിൽ വന്ന് പോയിക്കൊണ്ടിരുന്നു. അവരൊക്കെ അന്നാമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു. ആൻറ്റോ സുഖം പ്രാപിച്ചു വരുന്നു. എഴുന്നേറ്റിരിക്കുവാനും മെല്ലെ നടക്കുവാനും അവൻ ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു, അന്നാമ്മ ചേട്ടത്തി, ആൻറ്റോയ്ക്ക് നല്ല ഭേദമായിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ചെയ്യാം. വീട്ടിലാണെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ കാണുമല്ലോ. ചേട്ടത്തിയുടെ നെഞ്ചിലെ ഭാരം ഒന്ന് അലിഞ്ഞ് ഇല്ലാണ്ടായി. നീണ്ട 20 ദിവസങ്ങൾ മദ്യപാനമില്ല, ഉപദ്രവമില്ല.
എൻ്റെ ദൈവമേ, എൻ്റെ മകനെ മാനസാന്തരപ്പെടുത്തണമേ. അന്നാമ്മ നെഞ്ചുരുകി പ്രാർത്ഥിച്ചു. വീട്ടിലെത്തി ദിവസങ്ങൾക്കകം തന്നെ ആൻറ്റോ വടി പിടിച്ച് നടക്കുവാനും ക്രമേണ പരസഹായം കൂടാതെ നടക്കുവാനും തുടങ്ങി. തൻ്റെ മുറിവുകൾ ഉണങ്ങിയിരിക്കുന്നു. ആകെയുള്ളത് കാലിലെ ചെറിയ മുടന്ത് മാത്രം. സാരമില്ല, ക്രമേണ അതും മാറും. ഇപ്പോൾ ആൻറ്റ് തികച്ചും നല്ലവനായി മാറിയിരിക്കുകയാണ്. ഇത്രയും ദിവസം വീട്ടിൽ കടന്നതല്ലേ. കടയിൽ ചെന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് റോഡിലേക്ക് ഇറങ്ങി. അവനെ കണ്ട പലരും മാറിപ്പോയി. ആരും അവനോട് മിണ്ടാൻ കൂട്ടാക്കിയില്ല. ചായക്കടക്കാരനോട് ഒരു ചായ ആവശ്യപ്പെട്ട ശേഷം കസാരയിൽ അവൻ ഇരുന്നു. സുഖമായോ ആൻറ്റോ? ചായക്കടക്കാരൻ ചോദിച്ചു. ആ, ഏറെക്കുറെ, ആൻറ്റോ മറുപടി പറഞ്ഞു. പുറത്തു നിന്നാരോ പതുക്കെ പറയുകയായിരുന്നു. അത് ആൻറ്റോ അല്ലേ? ചത്തില്ലേ അവൻ? ആ തള്ളയെ കൊന്നിട്ടേ ചാവുള്ളൂ അവൻ. പലരും പൊട്ടിച്ചിരിച്ചു. ഇത് കേട്ട ആൻറ്റോയുടെ ഉള്ളിൽ ഇടിവെട്ടിച്ചതുപോലെ തോന്നി. തനിക്ക് പരിചിതരായ പലരും അവിടെയായി നിൽക്കുന്നു. അവനെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ എവിടെയോ നോക്കി നിൽക്കും പോലെ അവർ നിന്നിരുന്നു. തന്നോട് മനഃപൂർവ്വം അകന്നു നിൽക്കും പോലെ തനിക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും ആരും തുനിയുന്നില്ല. ആൻറ്റോ വീട്ടിലേക്ക് നടന്നു. തൻ്റെ ചിന്തകൾ ഹൃദയത്തെ ഇളക്കി മറച്ചുകൊണ്ടിരുന്നു. വീടിനോട് അടുക്കാറായപ്പോൾ തൻ്റെ അമ്മ റോഡരികത്ത് തന്നെ കാത്തു നിൽക്കുന്നത് കണ്ടു. മോൻ എന്താ താമസിച്ചേ? ചായ വേണേൽ അമ്മ ഉണ്ടാക്കി തരില്ലേ? അമ്മ ചോദിച്ചു. അമ്മേ, റോഡിൽ പോയതാ ആൾക്കാരോടൊന്ന് സംസാരിക്കാൻ. അവൻ്റെ വാക്കുകൾ മുറഞ്ഞു. കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അമ്മ അവനെ കൈപിടിച്ച് വീടിനകത്ത് ഇരുത്തി തോർത്തുകൊണ്ട് കണ്ണ് തുടച്ചു. മോനോട് ആരും മിണ്ടിയില്ല അല്ലേ? ഇല്ല, എല്ലാവർക്കും എന്നെ ചത്താൽ മതിയായിരുന്നു. അമ്മയ്ക്ക് മാത്രം, ഈ അമ്മയ്ക്ക് മാത്രം എന്നെ വേണം. നീ വിഷമിക്കേണ്ട മോനെ, നിന്നോട് സംസാരിക്കാൻ ഞാനില്ലേ? നീ നല്ല കുട്ടിയായി ജീവിച്ചാൽ മതി. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മേ, എനിക്ക് ആരുമില്ല. എൻ്റെ കൂട്ടുകാർക്കൊന്നും എന്നെ വേണ്ട. എന്നോട് പണം വാങ്ങിയവർക്ക് ആർക്കും എന്നെ വേണ്ട. അന്നമ്മ ചേട്ടത്തി പറഞ്ഞു. ആര് പറഞ്ഞു നിന്നെ ആർക്കും വേണ്ട എന്ന്? യേശുവിന് നിന്നെ വേണം. അവനാ നിന്നെ എനിക്ക് തന്നത്. ചേട്ടത്തി പൊട്ടിക്കരഞ്ഞു. അമ്മേ, ഞാനിനി മദ്യപിക്കില്ല, തെമ്മാടിത്തരത്തിന് പോകില്ല, ബീഡി വലിക്കില്ല. എനിക്ക് ഒന്നും വേണ്ട. അവൻ കരയുകയായിരുന്നു. ഇനി എനിക്ക് യേശു മാത്രം മതി. അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. അമ്മയോട് കാണിച്ച സകല തെറ്റുകൾക്കും മാപ്പ്. എനിക്ക് അമ്മയോട് പള്ളിയിൽ വരണം, സ്നാനമെടുക്കണം, നല്ല മകനായി ജീവിക്കണം. ഇരുവരും കരഞ്ഞു. പിറ്റേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് പള്ളിയിൽ പോകാൻ ശോശാമ്മയുടെ കുടുംബത്തോടൊപ്പം അന്നമ്മ ചേട്ടത്തെയും മകനും ഉണ്ടായിരുന്നു. ആൻറ്റോയുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. അത് റോഡരികിൽ കണ്ട ചിലരൊക്കെ ആൻറ്റോയെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു. അവരുടെ ചുണ്ടുകളിൽ ചെറിയ പുഞ്ചിരി വിടർന്നു. ആൻറ്റോയുടെ മനസ്സിൽ 1000 പുഞ്ചിരി വിടർന്നു. താനൊരു സത്യക്രിസ്ത്യാനി ആയിരിക്കുന്നു. പള്ളിയിൽ പോകാൻ ബസ്സും കാത്തു നിൽക്കുന്ന ചാക്കോച്ചൻ അന്നാമ്മയോട് ചോദിച്ചു. അന്നാമ്മേ, ഒടുവിൽ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അല്ലേ? കേട്ടു ചാക്കോച്ച, കേട്ടു. എൻ്റെ കണ്ണുനീരിൻ്റെ വില. അപ്പോൾ ആൻറ്റോ പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയുടെ കണ്ണുനീരിൻ്റെ വില തന്നെയാണ്. ഈ ഒരു ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.